ഹലോ. അപ്പം ബിഗ് ബോസ് ഷോ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബി ടോക്സ്. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തു. ലോഞ്ചിങ് എപ്പിസോഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനി നമുക്ക് ഡിസ്കഷനേ ഇല്ല. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇന്ന് നടന്ന കാര്യങ്ങൾ എപ്പിസോഡിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. മത്സരാർത്ഥികളെ നമ്മൾ കണ്ടു. 18 പേരാണ് നമ്മുടെ മത്സരാർത്ഥികളായിട്ടുള്ളത്. ഇതിൽ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ മത്സരാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോമണറിന് തന്നെ തുടങ്ങേണ്ടി വരും. അനീഷിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും അറിയാം. അനീഷ് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു കോമണർ അല്ല എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് സത്യം. അനീഷ് ശരിക്കും ഒരു കോമണറായിട്ട് തോന്നാതിരിക്കാൻ എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അനീഷ് ഒരു റൈറ്ററാണ്, ഒരു വ്ളോഗറാണ്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ലീവ് എടുത്ത് ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോമണർ എന്ന് 100% പറയാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഈ ഒരു കോമണറിനോട് ഞാൻ ശരിക്കും യോജിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞാൽ അടിപൊളി എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. കോമണറിനൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ കയറി വന്ന ഉടനെ നമ്മുടെ പ്രിയപ്പെട്ട അനിക്കുട്ടീനെ എല്ലാ സീരിയൽ പ്രേക്ഷകർക്കും മലയാളി ഓഡിയൻസിനും വളരെ വ്യക്തമായിട്ട് അറിയാം. കയറി വന്ന ഉടനെ തന്നെ അനീഷ് പ്ലേ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അനീഷ് അനിക്കുട്ടിയോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല, പക്ഷേ ഇൻ കേസ് എവിടെയോ കണ്ട് പരിചയം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ നേരിൽ കാണുമ്പോൾ ഒരു ഭംഗിയില്ല കാണാന്നുള്ളതാണ്. ഒരാൾ മുഖത്ത് നോക്കി, സാധാരണ സ്ത്രീകളോട് മുഖത്ത് നോക്കി അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ഒരു അയ്യേ ഇതെന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അതൊക്കെ വിട്ടു പോട്ടെ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അതിൽ കാണുന്ന സമയത്ത് അനീഷ് ബെഡ് കിട്ടിയിട്ടില്ല. രേണു സുധിയോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. രേണു സുധി എന്നൊരു പേര് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന സ്ഥിതിക്ക് രേണു സുധീനെ പറ്റി പറയാം. രേണു സുധി നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സിയിൽ ഈ അടുത്തിടയ്ക്ക് നന്നായിട്ട് നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ് രേണു സുധി. അതല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബെഡ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കമുണ്ടാവുന്നു. എന്നാൽ തർക്കമില്ല, അത് സരിക ഇടപെട്ട് നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ പതുപോലെ പാട്ട് കേട്ട് എല്ലാവരും ഉണർന്നിട്ടുണ്ട്. ഈ പാട്ടിൽ ഇന്ന് എല്ലാവർക്കും ഭയങ്കര എനർജിയാണ് കേട്ടോ. ആർക്കും എനർജി കുറവൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ നമുക്ക് എന്തായാലും മെയിൻ പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ആദ്യത്തെ അടി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നുള്ളതാണ്. അനീഷ് എണീറ്റ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ടാസ്ക് വന്നു. ആ ടാസ്ക് വായിച്ച് ആരാന്നറിയാലോ, നമ്മുടെ ആലപ്പുഴക്കാരി എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അവളൊരു നോൺ മലയാളിയാണ്. നോൺ മലയാളി എന്ന് പറഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും അറിയില്ല. ഈ മത്സരാർത്ഥിയുടെ കാര്യത്തിലും എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻസിനെ മലയാളം ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം കൂടി ഞാനിതിൽ രേഖപ്പെടുത്തുകയാണ്. മലയാളം അറിയുന്ന, അറ്റ്ലീസ്റ്റ് പറയാനെങ്കിലും ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്ന ഒരു മത്സരാർത്ഥി മലയാളം ബിഗ് ബോസിൽ വരുന്നതിനോടുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് നിലവിലുള്ളത്. അപ്പോൾ ആൾ കൺവേ ചെയ്യുന്ന പല കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണമല്ലോ. എഴുതാൻ വായിക്കാൻ അത് വേറൊരു വശം ആയിക്കോട്ടെ. ഇപ്പോഴത്തെ ജെൻസി കിഡ്സിന് എല്ലാവർക്കും മലയാളം പ്രോപ്പറായിട്ട് എഴുതാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ ശരിക്കും അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതൊക്കെ വേറൊരു ഫാക്ടറാണ്. പക്ഷേ അങ്ങനെ ഒരാളെ മലയാളം ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിലവിലുണ്ട്. അപ്പോൾ ആളെ കൊണ്ടൊരു ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പക്ഷേ ആൾക്ക് മലയാളം അറിയില്ലാത്തത് കൊണ്ട് അതവിടെ ഒരു ഡിസ്കഷനിലേക്ക് വരുന്നതാണ്. അനീഷ് ചോദിക്കുന്നു, മലയാളം എഴുതാൻ വായിക്കാനും അറിയത്തില്ലാത്ത ആൾ എന്തിനെ കൊണ്ടുവന്നു എന്നുള്ളത്. അതേ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലും പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പുള്ളി അവിടെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ അനീഷിനെ കൂടുതലും ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ രതീഷ് വന്ന പോലെ അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്നുള്ളൊരവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നിലവിൽ ഇന്നലെ കയറിയ സമയം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ അനീഷ് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ രണ്ടഭിപ്രായമുണ്ട്. പുള്ളി ചെയ്യുന്നത് സ്ക്രീൻ സ്പേസിനാകാം, അതല്ലെങ്കിൽ ഞാൻ കോമണറാണ്, എനിക്ക് കുറച്ച് അറ്റൻഷൻ വേണം എന്നുള്ളൊരു സാധനം കൂടി അതിനകത്തുണ്ട്. അങ്ങനെ ഒരു പറച്ചിലിൻ്റെ വക്കിലും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അനീഷ് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീടുള്ളത് രേണു സുധിയുടെ തലവേദനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. രേണു സുധിക്ക് തലവേദന ആയതുകൊണ്ട് എക്സ്ക്യൂസ് ചോദിച്ച് കിടന്നുറങ്ങാൻ പോകുന്നു. പിന്നീടുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് രേണു സുധിക്ക് തലവേദന ഇല്ല,
അതൊരു പുള്ളിക്കാരുടെ അടവാണെന്ന് അപ്പാനി ശരത്തും ടീമും എല്ലാം കൂടെ കണ്ടുപിടിച്ചു, അക്ബർ ഖാനും എല്ലാവരും കൂടെ കണ്ടുപിടിച്ചു. അതിൻ്റെ പേരിൽ നല്ല അടി അവിടെ നടക്കുന്നുണ്ട്. ഈ അടി എന്ന് എടുത്തു പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ തവണത്തെ മത്സരാർത്ഥികളെല്ലാം അടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് മാത്രം റിസർച്ച് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അവിടെ അടി എങ്ങനെ ഉണ്ടാക്കാം, ഇവിടെ ഞാൻ അടി ഉണ്ടാക്കാം, അവിടെ നീ ഉണ്ടാക്കി, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ. കണ്ടന്റ് എന്നൊരു സാധനം അവിടെ വന്നിട്ടില്ല. ഈ ഒന്നാമത്തെ ദിവസം ഇത്രത്തോളം അടിയും വഴക്കും അവിടെ കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഒന്നാമത്തെ ദിവസം തൊട്ട് 100ാമത്തെ എപ്പിസോഡ് വരെയും ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെയാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് ജനങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ളൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പം കാണിച്ചു കൂട്ടുന്നതിനെ വെറും കാട്ടിക്കൂട്ടൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തിരുന്നാലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിരുന്നു. ഒരു ഫോം കൊടുക്കും, മീൻസ് ഷേവിങ് ഫോം കൊടുക്കും. അത് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ ഫേസിൽ, അതായത് ഈ ഷോയിൽ നിൽക്കാൻ അർഹതയില്ല എന്ന് തോന്നുന്ന വ്യക്തിയുടെ ഫേസിലേക്ക് ഇത് സ്പ്രേ ചെയ്യുക. അതിൻ്റെ റീസൺ പറയുക എന്നുള്ളതായിരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും അനീഷിനെ തന്നെ ആവും പറയാന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാം. പക്ഷേ അവിടെയാണ് ബിഗ് ബോസ് ഒരു ടെസ്റ്റ് കൊണ്ടുവന്നത്. ആരുടെ മുഖത്താണ് കൂടുതൽ ഫോം ഉണ്ടായിരുന്നത് ആ വ്യക്തിയായിരിക്കും ഈ വീടിൻ്റെ ക്യാപ്റ്റൻ. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ സകല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് പോയെന്ന് പറയാം. അപ്പം അങ്ങനെ അനീഷ് വീടിൻ്റെ ക്യാപ്റ്റനായി. കോമണർ വ്യക്തി ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ക്യാപ്റ്റൻസി സ്വന്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, ഈ അധികാരം ഉപയോഗിച്ച് ഇദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. പിന്നീട് നടന്നത് എലിമിനേഷൻ പ്രോസസ്സാണ്. അവിടെ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ ഇപ്പം നിലവിൽ നമ്മൾ നോക്കുമ്പം പല മത്സരാർത്ഥി ഭൂരിഭാഗം പേരും നിലവിൽ എലിമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എടുത്തു പറയാനായിട്ടുള്ളത് അപ്പാനി ശരത്ത്, അക്ബർ തുടങ്ങിയ മത്സരാർത്ഥികളാണ്. അപ്പാനി ശരത്ത് നിലവിൽ അദ്ദേഹം ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട്, എന്നാൽ ഞാൻ സേഫ് അല്ല, ഓപ്പൺ ആയിട്ടാണ് കളിക്കുന്നത്, സകല കൈയും വിട്ടിട്ടാണ് കളിക്കുന്നത് എന്നുള്ളൊരു സംസാരമുണ്ട്. പക്ഷേ ഉള്ളതിൽ ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പാനി ശരത്ത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ പുള്ളി ഇറങ്ങി ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് അക്ബർ ഖാനാണ്. അക്ബർ ഖാനെ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സിംഗറാണ്. അദ്ദേഹവും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെയുള്ളത് ബിന്നിയാണ്, നമ്മുടെ ഏഷ്യാനെറ്റിലെ പ്രിയ പരമ്പരയിലെ ഗീതാ ഗോവിന്ദത്തിലെ ഗീത. ആളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ബിഗ് ബോസിൽ വരാൻ വെയിറ്റ് ചെയ്തൊരു മത്സരാർത്ഥിയാണ് നമ്മുടെ അനുമോള്, ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ അനുമോളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് സ്റ്റാർ മാജിക് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഗെയിം സ്പിരിറ്റ് നല്ല പോലെയുള്ളതാണ്. എന്ത് ഗെയിം ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിങ് ആൾക്കുണ്ട്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്തിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ അത് തികച്ചും ഒന്നും പറയുന്നില്ല എന്ന് തന്നെ പറയാം. സേഫായിട്ടാണ് കളിക്കുന്നത്. ഇവിടെ ഇറങ്ങി കളിക്കാൻ ശ്രമിക്കുന്ന ആരുണ്ടെന്ന് ചോദിച്ചാൽ ആരും തന്നെ ഇല്ല. രേണുസുതി ഒരു കണ്ടന്റ് ഉണ്ടാക്കി, ഒരു തലവേദന കണ്ടന്റ് ഉണ്ടാക്കി എന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവരുണ്ടാക്കിയ ഒരു ഓളവും ഈ ഒരു ദിവസം കൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ മുന്നോട്ട് ഒന്നാമത്തെ ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റില്ല. മുന്നോട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അവർ വിലയിരുത്താൻ പറ്റും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. എന്തായാലും വീണ്ടും നമുക്ക് ബിഗ് ബോസ് കണ്ടന്റുമായിട്ട് BB ടോക്സുമായിട്ട് നാളെ കാണാം.